എല്ലാവർക്കും നമസ്കാരം. നേവൽ ഡോക്യാർഡ് വിശാഖപട്ടണത്തിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഓൾറെഡി തുടങ്ങിയതാണ്. ഡിസംബർ 1 മുതലാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഈ മാസം ഡിസംബർ 1. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ച് ഡിലേ ആയിട്ടുണ്ടെങ്കിലും നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ എത്തിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ നേവി വിളിക്കുന്ന നേവൽ ഡോക്യാർഡ് അപ്രൻറ്റിസ് സ്കൂൾ വിശാഖപട്ടണത്തിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിക്കോളൂ. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓരോ പോസ്റ്റുകൾ കാണാം. ആദ്യമേ പറയാം, ഇതൊരു അപ്രൻറ്റിഷിപ്പ് നോട്ടിഫിക്കേഷനാണ്. സ്ഥിര ജോലി ആയിരിക്കില്ല. നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ആണ് നേവൽ ഡോക്യാർഡിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. മെക്കാനിക്, ഡീസൽ മെഷീനിസ്റ്റ്, മെക്കാനിക്, ഫൗണ്ടറിമാൻ, ഫിറ്റർ, പൈപ്പ് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, വെൽഡർ, ഷീറ്റ് മെറ്റൽ വർക്കർ, ഷിപ്പ്രൈറ്റ്, പെയിൻറ്റർ, മെക്കാനിക് മെക്കട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് തുടങ്ങിയ പോസ്റ്റുകളാണ്. മൊത്തം 15 പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എല്ലാത്തിലേക്കും ക്വാളിഫിക്കേഷൻ പറയുന്നത് ITI സർട്ടിഫിക്കറ്റ് ആണ്. അതാത് ട്രേഡിൻ്റെ ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മൊത്തം വേക്കൻസി 320 അതിൽ ജനറൽക്കാർക്ക് 168, OBCക്കാർക്ക് 87, SCക്കാർക്ക് 45, STക്കാർക്ക് 20, PWD 10 വേക്കൻസി, ആംഡ് ഫോഴ്സിലുള്ളവർക്ക് 10 വേക്കൻസി. അങ്ങനെയാണ് 320 വേക്കൻസി. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ്സും ITI സർട്ടിഫിക്കറ്റും വേണം. 10ാം ക്ലാസ്സിൽ 50% ടോട്ടൽ മാർക്ക് വേണം. ITI സർട്ടിഫിക്കറ്റ്, ITIയിൽ നിങ്ങൾക്ക് 65% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. അതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതാത് ട്രേഡിൻ്റെ ITI സർട്ടിഫിക്കറ്റ്. ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം ഏജ് ഈസ് 14 ഇയേഴ്സ്. 14 വയസ്സിന് മുകളിലുള്ളവർക്ക് നോൺ ഹസാഡസ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഹസാഡസ് പോസ്റ്റിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും. 2 മെയ് 2012 ശേഷം ജനിച്ചവർക്ക് നോൺ ഹസാഡസിലേക്കും, 2 മെയ് 2008 ശേഷം ജനിച്ചവർക്ക് ഹസാഡസ് ട്രേഡിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും. മിനിമം ഏജ് ലിമിറ്റാണ് 14, 18 എന്നൊക്കെ പറയുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര ഏജ് ഉള്ളവർക്കും ഇത് അപേക്ഷ അയക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. മിനിമം 14ഉം 18ഉം, ഹസാഡസ്, നോൺ ഹസാഡസ്, ആ കാര്യം ഓർത്തിരിക്കുക. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഷോർട്ട് ലിസ്റ്റിയും എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റിംഗ് വരുന്നത്. അതിനുശേഷം റിട്ടൺ എക്സാം വരുന്നുണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമൊക്കെ നടത്തുന്നുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് അടക്കം വന്നിട്ടുണ്ട്. 2026 മാർച്ച് 22 വിശാഖപട്ടണത്തിൽ എക്സാം കണ്ടക്ട് ചെയ്യും. എല്ലാ ട്രേഡിലേക്കും വിശാഖപട്ടണത്തിലായിരിക്കും എക്സാം. അതിൻ്റെ റിസൾട്ട് 25 മാർച്ച് 25 റിലീസ് ചെയ്യും. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മാർച്ച് 30 മെഡിക്കൽ എക്സാം മാർച്ച് 31. അതായത് മാർച്ച് മാസത്തിൽ തന്നെ ഇതിൻ്റെ ഫുൾ സെലക്ഷൻ ക്രൈറ്റീരിയ അവർ നടത്തുമെന്നാണ് നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടെൻറ്റേറ്റീവാണ്, മേ ബി മാറാനും ചാൻസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപേക്ഷ അയക്കേണ്ടത് നിങ്ങൾ ഓൺലൈനായിട്ടാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി മാസം 2 അപ്പോൾ ജനുവരി 2 മുന്നേ താല്പര്യമുള്ള എലിജിബിൾ ആയവരിതിലേക്ക് അപേക്ഷ അയച്ചോളൂ കേട്ടോ. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.